കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് നടന്ന രണ്ട് സംസാരങ്ങൾ, ഒന്ന് ജിസയിലും അക്ബറും തമ്മിലുള്ളത്, രണ്ട് ജിസയിലും ഒനിലും ആര്യനും തമ്മിലുള്ള സംസാരം. ഇത് ഒരു സാധാരണ കോൺവെർസേഷൻ ആയിരുന്നില്ല, വളരെ ഗുരുതരമായ ചില വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. ആ ചർച്ച ഇന്നും തുടരുകയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ജിസയിൽ ഇതെന്ത് ഭാവിച്ചിട്ടാണ്? അവരുടെ ഗെയിം സമ്പൂർണമായും അവസാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആര്യനെ കോംബോയാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ആ വിഷയത്തിൽ അമ്മ കൂടി വന്ന് അതിന് തടയണയിട്ടതോടുകൂടി രണ്ട് കിടക്കയിലേക്ക് ഇരുവരും മാറി. ഈ ലവ് ട്രാക്ക്, സ്ട്രാറ്റജി, ഈ പരിപാടിയൊക്കെ ഏകദേശം പൂട്ടിക്കെട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജിസയിൽ ഇനിയും അവിടെ ഒരു ഗെയിമില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിൽ വെറും ചീപ്പ് സ്ട്രാറ്റജിയുമായിട്ട് ജിസയിൽ ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ചീപ്പ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ? ചീപ്പ് സ്ട്രാറ്റജി എന്നൊന്നും അല്ല അതിന് പറയേണ്ട. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ ഉള്ളിൽ കൊടിയ വിഷമാണ് ഇരിക്കുന്നത്. ഇവർ ഈ പറയുന്ന ഹ്യൂമാനിറ്റി ഒക്കെ ഉണ്ടല്ലോ, അത് അട്ടർ ഫേക്കാണ്. കാര്യം സാധിക്കുവാൻ വേണ്ടി ആലു പൊറോട്ടയും ചായയും ഇട്ട് ആണുങ്ങളെ കസ്റ്റഡിയിലാക്കി വെച്ചിരിക്കുന്ന കൊടിയ വിഷം. നട്ടാൽ കുരുക്കാത്ത നുണകൾ മാത്രം പറഞ്ഞ് ആ വീട്ടിൽ പരസ്പരം കലഹമുണ്ടാക്കുവാൻ വേണ്ടിയുള്ള അടുത്ത നമ്പരുമായിട്ട് ഇവർ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. സംഭവം ഇതാണ്. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിന്റെ അവസാനം കണ്ട ചർച്ച അക്ബറുമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അക്ബർ ജിസയിലിനോട് പറയുന്ന വിഷയം ആര്യന്റെയും ജിസയിലിന്റെയും പ്രശ്നമാണ്. അതായത് ആ പഴയ പുതപ്പ് വിഷയമുണ്ടല്ലോ, അത് ഇപ്പോഴും ഇവിടെ ചില ആൾക്കാർ ചർച്ചയാക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലം കഴിഞ്ഞ ദിവസം ഈ മട്ടൻ വിളമ്പുന്ന സമയത്ത് ആര്യൻ അതിനകത്തുനിന്ന് മട്ടൻ എടുത്തുകൊണ്ട് പോവുകയും അതേ തുടർന്ന് ആര്യനും ഒനിലും തമ്മിൽ ഒരു ബഹളം ഉണ്ടാവുകയും ചെയ്തതൊക്കെയാണ്. ആ ബഹളത്തിനിടയിൽ ഒനിൽ പറയുന്നുണ്ട്, നീ കാണിച്ചത് തെണ്ടിത്തരമായി പോയി. അതിനോട് ഏറ്റുപിടിച്ചുകൊണ്ട് ആര്യൻ തുടർന്ന് സംസാരിക്കുന്നു. ആ സംസാരത്തിനിടയിൽ ഒനിലിന്റെ മുഖത്ത് നോക്കി ആര്യൻ നീ പോടാ തെണ്ടി എന്ന് വിളിക്കുന്നു. അപ്പോഴേക്കും ഒനിലിന്റെ കുരു പൊട്ടി. ഒനിൽ അങ്ങോട്ട് തുടങ്ങുകയാണ്. ആ സംസാരം നിന്നത് ആര്യന്റെ കണ്ണുനീരിലാണ്. ആര്യന് കരഞ്ഞുകൊണ്ട് അവിടുന്ന് ഓടിപ്പോകേണ്ടി വന്നു. പിന്നീട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഒനിൽ പറയുന്നുണ്ട്, എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്നെ തെണ്ടി എന്ന് വിളിക്കാൻ നീ തയ്യാറായപ്പോൾ നീ ചിന്തിക്കണമായിരുന്നു ഞാൻ തുടർന്ന് എന്തൊക്കെയാണ് പറയാൻ പോകുന്നതെന്ന്. നീ വാങ്ങിച്ചു കൂട്ടിയതാണ്. നീ കൂടുതൽ ന്യായീകരിക്കൊന്നും വേണ്ട. നീ ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. ഇതൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതൂടെ കേട്ടപ്പോഴേക്കും ആര്യൻ ആകെ ഡൗൺ ആയിപ്പോയി. ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് അക്ബർ ഇപ്പോൾ ജിസയിലിനോട് സംസാരിക്കുന്നത്. അതായത് ആര്യൻ കഴിഞ്ഞ ദിവസം എന്റെ മുൻപിൽ വന്ന് കരഞ്ഞിരുന്നു, നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് ഒനിൽ എന്നോട് സംസാരിച്ചത് എന്നൊക്കെ. ഇത്രയും കേട്ടപ്പോഴേക്കും ജിസയിൽ പ്രതികരിക്കുകയാണ്, അതെ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ പറയുന്നു ഈ ഒനിൽ ഇങ്ങനെ സംസാരിച്ചു എന്ന്. അവൻ മാത്രമേ ഇപ്പൊ ഇത് സംസാരിക്കുന്നുള്ളല്ലോ. എന്താണ് അനുമോള് പിന്നീട് ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാതിരുന്നത്? ആദിലയും നൂറയും എന്താണ് പിന്നീട് ഇതിനെക്കുറിച്ച് ഒന്നും പറയാതിരുന്നത്? ഒനിൽ മാത്രമാണ് പറയുന്നത്. അതിന്റെ റീസൺ എന്താണ്? അപ്പോൾ അക്ബർ വീണ്ടും പറയുകയാണ്, ഞാൻ ഒനിലിനോട് ഈ കാര്യം സംസാരിച്ചു. ഒനിലെ, നീ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഓൾറെഡി അത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ വിഷയമാണ് എന്ന് അവനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും ജിസയിൽ പറയുകയാണ്, ഓക്കെ ഞങ്ങൾ ഓൾറെഡി ബെഡ് തന്നെ മാറ്റി, നീയും അത് കണ്ടതല്ലേ, ഇനിയും അതിനെപ്പറ്റി സംസാരിക്കണ്ട. ഇത്രയും പറഞ്ഞിട്ട് ജിസയിൽ എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ സംസാരത്തോട് താല്പര്യമില്ലാത്ത രീതിയിൽ അക്ബറിന് എന്തോ ഒരു ഗൂഢമായ ലക്ഷ്യമുണ്ട് എന്നുള്ള ആ ചിന്തയോടുകൂടിയാണ് ജിസയിൽ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയത്. അത് കണ്ടുകൊണ്ട് അക്ബർ വീണ്ടും പറയുകയാണ്, ഞാൻ എന്താണ് നിന്നോട് പറയാൻ വന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഉടനെ ജിസയിൽ വീണ്ടും പറയുകയാണ്, എനിക്ക് മനസ്സിലായി, പക്ഷേ ആ കാര്യം ഇനി ഡിസ്കസ് ചെയ്യണ്ട. കാരണം ഞങ്ങൾ ബെഡ് ഉൾപ്പെടെ മാറിക്കഴിഞ്ഞു. പിന്നെന്തിനാണ് സംസാരിക്കുന്നത്? അപ്പോൾ അക്ബർ, ഞാൻ പറയുന്നു നീ എന്ന് കേൾക്ക്. ആര്യൻ എന്നോട് അതിനെപ്പറ്റി സംസാരിക്കുകയും കരയുകയും ഒക്കെ ചെയ്തു. അപ്പോൾ വീണ്ടും ജിസയിൽ, അവൻ പിന്നെ കരയാതെ എന്ത് ചെയ്യാനാണ്? ആൾക്കാരിങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഫീൽ ആകത്തില്ലേ? അതുകൊണ്ട് ഞങ്ങളിപ്പോൾ മാറിയല്ലോ, ഇനി ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. ഉടനെ അക്ബർ പിന്നെയും പറയുന്നുണ്ട്, നിങ്ങൾ ബെഡ് മാറി ശരിയാണ്, പക്ഷേ ഇനിയിപ്പോൾ അവൻ പറയാൻ പോകുന്നു എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവൻ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ബെഡ് മാറ്റിയതെന്ന്. ഓ, പറയുന്നവരൊക്കെ അങ്ങ് പറയട്ടെ. ഒനിലിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ആര്യൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. ആര്യനെ ഞാൻ കെയർ ചെയ്യുന്നു, തിരിച്ച് ആര്യൻ എന്നെയും കെയർ ചെയ്യുന്നു. അത് കാണുമ്പോഴേക്കും ഒനിലിന് ജലസി ഉണ്ടാവും. ആ ജലസി വെച്ചിട്ടാണ് അവൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കുന്നത്. അവൻ അങ്ങനെയൊക്കെ ചിന്തിച്ചോട്ടെ. ഇത്രയും പറഞ്ഞിട്ട് ജിസയിൽ അവിടുന്ന് അങ്ങ് പോവുകയാണ്. പക്ഷേ എപ്പിസോഡിൽ തുടർന്ന് നമ്മൾ കാണുന്നത് അക്ബർ സംസാരിച്ച ഈ കാര്യങ്ങളൊക്കെ ഒനിലിനോട് തുടർന്ന് പോയി ജിസയിൽ സംസാരിക്കുന്ന കാഴ്ചയാണ്. ആ കൂട്ടത്തിൽ ആര്യനുമുണ്ട്. കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഒനിൽ പറയുന്നുണ്ട്, ജിസയിലെ ഇപ്പോൾ അക്ബർ പറഞ്ഞ ഈ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ അവന്റെ ഗെയിമാണ്. അത് കേൾക്കുമ്പോൾ ജിസയിലും പറയുന്നുണ്ട്, അതെ ഞാനും അപ്പോൾ ചിന്തിച്ചു അക്ബറിന്റെ ഗെയിം തന്നെയാണെന്ന്. അക്ബറിന് ഒരു വഴക്കുണ്ടാക്കണം, ഒനിലിനെ ഇങ്ങനെ വിടാൻ പാടില്ല, ഒനിലിനോട് വഴക്കുണ്ടാക്കണം ഞാൻ, അതാണ് അവന്റെ ലക്ഷ്യം. അപ്പോൾ ഒനിലും പറയുന്നുണ്ട്, അതെ അത് തന്നെയാണ് അവന്റെ ലക്ഷ്യം, അതാണ് അവന്റെ ഗെയിം.
സത്യത്തിൽ അക്ബറും ഒനിലും തമ്മിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഒനില് അക്ബറുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒനില് അക്ബറിനോട് പറഞ്ഞ വാക്കുകൾ ഇതാണ്: ഈ സംസാരം നടക്കുന്ന സമയത്ത് പറയണ്ട എന്ന് കരുതി ഉള്ളിൽ വെക്കുന്ന കാര്യങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടങ്ങ് വന്നു പോവുകയാണ്. അപ്പോൾ അക്ബർ ഒനിലിനോട് പറയുന്നുണ്ട്, എടാ ഒനിലെ, നിനക്കതൊക്കെ തോന്നുന്നതാണ്, അങ്ങനെയൊന്നും ഇല്ല. തോന്നുന്നതൊന്നും അല്ല, എനിക്ക് വ്യക്തമായ ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അക്ബർ ആ സമയത്ത് ജിസൈലിനെയും ആര്യനെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. നിനക്കങ്ങനെ തോന്നുന്നതാണ്, അങ്ങനെയൊന്നും ഇല്ല. എന്നിട്ടോ ഈ സംസാരമെല്ലാം കഴിഞ്ഞിട്ട് ഈ പാവത്താൻ വന്ന് ജിസൈലിനോട് ഈ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ്. നിങ്ങളെക്കുറിച്ച് ഒനിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ആ സമയത്ത് ഞാൻ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. അന്ന് ഈ പ്രശ്നമുണ്ടായ സമയത്തും ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തു തന്നെയല്ലേ സംസാരിച്ചത്? അതായത് അനുമോൾക്കെതിരെയല്ലേ ഞാൻ നിലപാടെടുത്തത്? അതുപോലെ തന്നെ ഒനിലിന്റെ മുൻപിൽ ഞാൻ സംസാരിച്ചു. ഇതൊക്കെയാണ് അക്ബർ ഇപ്പോൾ ജിസൈലിനോട് പറഞ്ഞു മനസ്സിലാക്കുന്നത്. എന്നാൽ ജിസൈലിന് അക്ബറിനോടുള്ള മനോഭാവം വേറൊന്നാണ് എന്നുള്ളത് പാവം അക്ബർ തിരിച്ചറിയുന്നില്ല. അയാൾ ഇവരെ വിശ്വസിച്ചങ്ങ് സംസാരിക്കുകയാണ് ഒനിലിനെ കുറിച്ച്. പക്ഷേ ഈ കേട്ട കാര്യങ്ങളെല്ലാം വീഴാതെ കെട്ടാതെ അപ്പോൾ തന്നെ ഒനിലിന്റെ മുൻപിൽ പോയി അവതരിപ്പിച്ചു ജിസൈല്. തന്ത്രശാലിയായ ഒനിൽ എന്താണ് അപ്പോൾ ചെയ്തത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് അവന്റെ ഗെയിമാണ്. എനിക്ക് ജിസൈലിനോടും ആര്യനോടും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അക്ബറിനോട് പറയേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി കാര്യം പറയാൻ അറിയാം. ഇതൊക്കെ പറഞ്ഞ് അവരെ നല്ല രീതിയിൽ ഒനിൽ വിശ്വസിപ്പിച്ചു. സത്യത്തിൽ ഒനിൽ ചതിയനാണ്. ഒനിൽ ഈ കാര്യം വളരെ കൃത്യമായിട്ട് അക്ബറിനോട് പറഞ്ഞതാണ്. അതിന്റെ തെളിവുണ്ട്, വേണമെങ്കിൽ ദാ ഒന്ന് കണ്ടു നോക്ക്. ഞാൻ ഇവരുടെ സീൻ എന്ന് പറഞ്ഞാല് എനിക്ക് ഇവൻ മറ്റേ തല്ലുപിടിക്കുമ്പോ നമുക്കൊരു കൺട്രോൾ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് സാധനം സംസാരിക്കും. പക്ഷെ ഇതൊക്കെ ഉള്ളാരും നമ്മക്കത്ത് അടക്കി പിടിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. ഉള്ളത് നമുക്ക് തോന്നലാണോ? ഒന്നില്ല, അതൊന്നും ഇല്ല. തോന്നലല്ല, എനിക്ക് വ്യക്തമായിട്ടുള്ള കാരണം ഞാൻ പറയണ. സംഗതി ഇങ്ങനെയാണ്, അയാൾ പറഞ്ഞത് തന്നെയാണ്. എന്നാൽ ജിസൈല് വന്ന് സംസാരിക്കുന്ന സമയത്ത് അത് നേരെ തിരിച്ച് അക്ബറിനെതിരായിട്ട് വിട്ടു. കാര്യങ്ങൾ പോകുന്ന പോക്ക് നോക്കിക്കേ. വാസ്തവത്തിൽ എന്താണ് ഇവിടുത്തെ പ്രശ്നം? ആര്യനും ജിസൈലും അക്ബറും ഒക്കെ നല്ല സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാവരും തമ്മിൽ അടിച്ചു പിരിഞ്ഞിട്ടുണ്ട്. തുടക്കം മുതൽ ഒറ്റക്കെട്ടായി ഒരു ഗ്രൂപ്പായിട്ട് ഇവർ മുൻപോട്ട് പോയി. മറ്റുള്ളവർക്കെതിരെ ഒരുമിച്ചിരുന്നു കൊണ്ട് നല്ല രീതിയിൽ ചരട് വലിച്ചു. അങ്ങനെ മുൻപോട്ട് പോയ ആൾക്കാർ ഒടുവിൽ ഗ്രൂപ്പ് പൊളിഞ്ഞു, പല വഴിക്കായി ശത്രുക്കളുമായി മാറി. എന്നാലും അക്ബറിനോട് ഇത്രയധികം ശത്രുത ജിസൈലിന് വരാനുള്ള കാരണം എന്താണ്? ഈ ഗ്രൂപ്പൊക്കെ ഒരുമാതിരി പിളർന്നു തുടങ്ങുന്ന സമയത്ത് ഒരു ജയിൽ നോമിനേഷൻ വന്നു. മിക്കവാറും ആൾക്കാരൊക്കെ ജയിൽ നോമിനേഷനിൽ ജിസൈലിന്റെ പേരാണ് പറഞ്ഞത്. ജിസൈലിനൊപ്പം ലക്ഷ്മിയാണെന്ന് തോന്നുന്നു ജയിലിൽ പോയത്. അപ്പോൾ ജിസൈലിന്റെ പ്രധാനപ്പെട്ട കംപ്ലൈന്റ് ഇതായിരുന്നു: ഏറ്റവും വലിയ കുറ്റം ചെയ്ത ലക്ഷ്മിയെക്കാളും ജിസൈലിനാണ് കൂടുതൽ വോട്ട് ലഭിച്ചത്. അവരെ ചൊടിപ്പിച്ച വിഷയം അക്ബറും അതിനകത്ത് പങ്കാളിയായി. ജിസൈലിന്റെ പേര് അക്ബറും നോമിനേറ്റ് ചെയ്തു. നമുക്കറിയാം ജിസൈലിനെ സംബന്ധിച്ച് ഈ ജയിൽ നോമിനേഷൻ, എവിക്ഷനിലേക്കുള്ള നോമിനേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഭയങ്കര കലിയാണ്. അവർക്കെതിരെ ആരും ഒന്നും സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ആലു പൊറോട്ടയും ചായയും ഒക്കെ ഇട്ട് ഹ്യൂമാനിറ്റി കാണിച്ച് അവർ നടക്കുന്നത്. പക്ഷേ അക്ബർ അവരെ നോമിനേറ്റ് ചെയ്തു. ആ സമയം മുതൽ അക്ബറിനെതിരെ അവർ കലിപൂണ്ട് നടക്കുകയാണ്, ശത്രുതയിലാണ്. പുറമെ പ്രകടിപ്പിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരവസരം അവരുടെ മുമ്പിൽ വീണ് കിട്ടി, അത് ഗംഭീരമായിട്ട് താൻ ഉപയോഗിക്കുക. എന്നാൽ പാവം അക്ബർ ആകട്ടെ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അക്ബർ പഴയതുപോലെ തന്നെ ജിസൈലിനെ ഫ്രണ്ടായി കരുതി, അതുപോലെ ആര്യനെയും ഫ്രണ്ടായി കരുതി. രണ്ടാൾക്കാരെയും ഇടത്തും വലത്തും ഒക്കെ നിർത്തിയാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ ഒനിൽ അങ്ങനെ സംസാരിച്ചപ്പോൾ പെട്ടെന്ന് ജിസൈലിനും ആര്യനും സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ട് ഇദ്ദേഹം ഒനിലിനോട് പറയുന്നത്, അങ്ങനെയൊന്നും ഇല്ലേ, നിന്റെ തോന്നലായതെന്നൊക്കെ. പക്ഷേ ആ പഴയ പക മനസ്സിൽ കൊണ്ട് നടക്കുന്ന ജിസൈല് അക്ബർ അത് പ്രൂവ് ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ തൽക്കാലം അവിടുന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അക്ബറിനെ സുഖിപ്പിച്ച് പറയുന്നുണ്ട് ഒനിലിന് ജലസിയാണെന്ന്. എന്നിട്ടാണ് ഒനിലിന്റെ അടുക്കൽ പോയി അക്ബറിനെതിരെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ തമ്മിലടിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആളാരാണ്? ജിസൈലല്ലേ? എന്തൊരു സ്ത്രീയാണ് ഇവര്! എന്നാൽ ഇവർ ഉദ്ദേശിച്ചതുപോലുള്ള കളി നടന്നില്ല. ഒനില് അക്ബറിനോട് കൂട്ടിച്ചോദിക്കാൻ പോയില്ല, പ്രശ്നമൊന്നും ഉണ്ടായില്ല. എന്നാൽ ഇന്ന് ലൈവിൽ ഷാനവാസിനോട് ജിസൈൽ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവിടെ നട്ടാൽ കുരുക്കാത്ത നുണകൾ തന്നെയാണ് ജിസൈൽ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഞാൻ ബെഡ് മാറിക്കിടന്നത് എൻ്റെ മമ്മി പറഞ്ഞത് കൊണ്ടാണ്. മമ്മി ദേഷ്യപ്പെട്ടൊന്നും അല്ല എന്നോട് സംസാരിച്ചത്, വളരെ ശാന്തമായിട്ടാണ്, സ്വീറ്റ് ആയിട്ടാണ് മമ്മി എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ബെഡ് മാറിക്കിടക്കുവാൻ തീരുമാനിച്ചു. മമ്മി ടി വിയിലൊക്കെ ഇത് കാണുന്നുണ്ടല്ലോ, ഏത് ഈ പുതപ്പിനടിയിലെ വിഷയങ്ങളൊക്കെ, അതുകൊണ്ടാണ് മമ്മി അങ്ങനെ പറഞ്ഞത്. എന്നാൽ അക്ബറിനിപ്പോ ഒരടി ഉണ്ടാക്കണം. അതിനുവേണ്ടി ഒനില് പറഞ്ഞിട്ടാണ് ഞാൻ ബെഡ് മാറുന്നത്. അങ്ങനെ ബെഡ് മാറരുത്. ഞാൻ അങ്ങനെ ബെഡ് മാറിയാൽ ഒനില് വീണ്ടും പറയും
അവൻ പറഞ്ഞത് സത്യമായതുകൊണ്ടാണ് ഞാൻ ബെഡ് മാറുന്നതെന്ന്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് എന്നെ അവൻ തടയുകയാണ്. എന്നിട്ട് അടുത്ത കള്ളം പറയുകയാണ്. ഞാൻ അവനോട് അന്നേരം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നീ എൻ്റെ ഫ്രണ്ടൊക്കെയാണ്, പക്ഷേ നിന്നേക്കാൾ എനിക്ക് നല്ല ഫ്രണ്ട് ഷാനവാസ് ആണ്. കാരണം ഷാനവാസ് ആണ് എന്നോട് പറഞ്ഞത് ആ വിഷയം അവിടെ കഴിഞ്ഞു, ഇനി ഈ വിഷയത്തെക്കുറിച്ച് നീ ആരോടും ഒന്നും പ്രതികരിക്കാൻ പോകണ്ട, മിണ്ടുകയെ വേണ്ട എന്ന്. എന്നാൽ നീ ഇപ്പോൾ എന്താണ് ചെയ്തത്? ഞാനും ഒനിലും തമ്മിൽ തല്ലുകൂടുവാൻ വേണ്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു. നിന്നേക്കാൾ എനിക്ക് നല്ല ഫ്രണ്ട് ഷാനവാസ് തന്നെയാണെന്ന് ഞാൻ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. നീ എൻ്റെ ഒരു നല്ല ഫ്രണ്ട് ആയിരുന്നുവെങ്കിൽ എന്നോട് ഒരിക്കലും ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. ഞാനൊരു പെണ്ണാണ്. ഈ വിഷയത്തെക്കുറിച്ച് വീണ്ടും സംസാരിച്ച് ഇവിടെ അടിയുണ്ടാക്കാൻ തുടങ്ങിയാൽ അത് എന്നെയാണ് കൂടുതൽ ബാധിക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ പിന്നെയും പിന്നെയും തല്ലുകൂടുവാൻ വേണ്ടി നീ ഈ വിഷയം എടുത്തിട്ട് സംസാരിക്കുകയാണ്. എന്നാൽ ഷാനവാസ് നല്ല ഫ്രണ്ട് ആയതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് ഇനി ഈ വിഷയം സംസാരിക്കരുത്, വിട്ടുകളഞ്ഞേക്ക് എന്ന്. അവനാണ് നല്ല സുഹൃത്ത്, നീ നല്ല ഫ്രണ്ട് അല്ല എന്ന് ഞാൻ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞുവെന്ന്. സത്യത്തിൽ ലൈവിൽ ഈ സംസാരം കേൾക്കുമ്പോൾ എന്റെ കിളി പോയി കേട്ടോ. അങ്ങനെ ഒരു വിഷയം അവിടെ സംസാരിച്ചിട്ടില്ല. അക്ബറും ജിസൈലും തമ്മിൽ സംസാരിക്കുമ്പോൾ അവിടെ ഷാനവാസിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ ഒരു കാര്യം പോലും അവിടെ സംസാരിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഷാനവാസിന്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് ഇവരിങ്ങനെയൊക്കെ പറയുന്നത്? കാരണം വളരെ വ്യക്തമാണ്, അക്ബറും ഷാനവാസും തമ്മിൽ നല്ല ശത്രുക്കളാണ്. അപ്പോൾ അവരെ തമ്മിൽ തല്ലിക്കുവാൻ ഇടയ്ക്ക് നിന്നുകൊണ്ട് ബോധപൂർവം ഒരു ടിപ്പിട്ട് കൊടുക്കുകയാണ് അങ്ങോട്ട്. നമ്മൾ ഉദ്ദേശിച്ച പുള്ളി ഒന്നും അല്ല ജിസൈൽ. വളരെ കൂടിയ വിഷമാണ് ഇവരുടെ ഉള്ളിലിരിക്കുന്നത്. ജിസൈൽ ഇത്രയും അങ്ങോട്ട് പറഞ്ഞത് കേട്ടപ്പോഴേക്കും ഷാനവാസ് അങ്ങോട്ട് ആഘോഷം തുടങ്ങി. ഷാനവാസ് പറയുകയാണ്, അവൻ കഴുകനാണ്, അവൻ ശവന്തീനി കഴുകനാണ്. എനിക്കെതിരെ അവൻ എന്തെല്ലാം കളികളാണ് ഇവിടെ കളിച്ചത്, എന്നെ എത്രമാത്രമാണ് അവനിവിടെ വിഷമിപ്പിച്ചതെന്ന് അറിയുമോ? ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ഷാനവാസ് അങ്ങോട്ട് കത്തിക്കയറുകയാണ്. ആട്ടിൻകുട്ടികളെ തമ്മിലിടിപ്പിച്ച് ഇടയ്ക്കിരുന്നു കൊണ്ട് ചോര കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന കൗശലക്കാരനായ കുറുക്കന്റെ കഥ നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് അത് കൃത്യമായി കാണുന്നത്. എത്ര ഭംഗിയായിട്ടാണ് ഈ സ്ത്രീ ഓരോ ആൾക്കാരെയും തെറ്റിദ്ധരിപ്പിക്കുന്നത്. എന്നിട്ട് അവർ അടുത്തൊരു കാര്യം കൂടി പറയുന്നുണ്ട്, പോളിഗാമി, മോണോഗാമി. അപ്പോൾ ഈ പോളിഗാമി മോണോഗാമി എന്നൊന്നും പറഞ്ഞിട്ട് ഷാനവാസിന് പിടികിട്ടുന്നില്ല. അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞത്, എന്താ പോളിഗാമി? ആ പോളിഗാമി, അത് അക്ബറിനെ വെച്ചിട്ടാണ് പറയുന്നത്. അവൻ പോളിഗാമിയോട് ഉള്ള താല്പര്യമാണ് ഈ പറയുന്നത്. എന്താണ് ഈ പോളിഗാമി എന്ന് വെച്ചാൽ? ഒരു പുരുഷന് ഒന്നിലധികം സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടാകുന്ന വിഷയമാണ് പോളിഗാമി എന്ന് പറഞ്ഞാൽ. മോണോഗാമി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ മാത്രം. ഇത് അക്ബറിന്റെ പേരിലാണ് വെച്ചു കൊടുക്കുന്നത്. ഷാനവാസിന് ഈ പറയുന്നത് കൂടുതൽ മനസ്സിലാകുന്നില്ല, കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കും മനസ്സിലാകുന്നില്ല. എന്നാൽ അക്ബർ ഈ പോളിഗാമിയെ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്നുള്ള രീതിയിലാണോ സംസാരിക്കുന്നത്? അങ്ങനെ ഒരു ടോക്ക് അവിടെ വരേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ ബോധപൂർവം അവിടെ ശത്രുത തിരികെ കയറ്റുവാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. പോളിഗാമിയും മോണോഗാമിയും പറഞ്ഞിട്ട് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുക, തമ്മിലടിപ്പിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ ഗെയിം ഏറെക്കുറെ തീർന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർക്ക് പുതിയ ഗെയിം ഉണ്ടാകണം. ആ ഗെയിമിന് വേണ്ടിയുള്ള വില കുറഞ്ഞ ചീപ്പ് സ്ട്രാറ്റജിയുമായിട്ടാണ് ഈ സ്ത്രീ ഇപ്പോൾ മുൻപോട്ടിറങ്ങി വന്നിരിക്കുന്നത്. ഇവരുടെ ഉള്ളിൽ നിറയെ വിഷമാണിരിക്കുന്നത്. ഇവരെ തിരിച്ചറിയാതെ പോകരുത്.